നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അവർ ആ കളി കളിച്ചാൽ ഞങ്ങൾ അതിൻ്റെ അപ്പുറത്ത് കളി കളിക്കും. ഏത് കളി? ആ കളി എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിലിട്ടിട്ടുള്ള കളിയില്ലേ, അതാണ്. അതിനി വീണ്ടും വാക്ക് പറയാൻ മടി ഉണ്ടായിട്ടല്ല, അത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ മറ്റത് മറിച്ചെന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് പണി തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത്തരം ഭാഷ ഉപയോഗിച്ചു എന്ന് പറയേണ്ട എന്ന് കരുതിയിട്ടാണ്. എംബാപ്പെ കൃത്യമായിട്ട് അത് തന്നെയാണ് പറഞ്ഞത്. അവർ എഫ് ഓഫ് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചും അത് തന്നെ പറയുന്നു എന്നൊക്കെയാണ് പരാഗ്വയ്ക്കെതിരെയുള്ള കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞത്. അവർ ഈ പറയുന്ന അതാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഞാൻ ഡേട്ടി എന്ന് പറയുന്നത് അതിന് പകരം ഒരു ഡേട്ടി ടച്ച് ചെയ്യിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങളും അതിന് തയ്യാറാണ്. അതിൻ്റെ അപ്പുറത്തെ കളി കളിക്കും. ഞങ്ങൾ അക്കാര്യത്തിൽ അവരെക്കാൾ അതിന് മുകളിൽ തന്നെയാണ്. ഞങ്ങളിങ്ങനെ കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് വന്നിട്ട് നല്ല മാന്യമായിട്ടുള്ള കളി മാത്രമേ കളിക്കൂ എന്ന് അവർ കരുതിയെങ്കിൽ തെറ്റി. അവരുടെ ടാക്ടിക്സിന് അതേ പണി തിരിച്ചും കൊടുത്തു. അവർ ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല, അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് നിന്നു എന്നാണ് പരാഗ്വയ്ക്കെതിരെയുള്ള റൗണ്ട് ഓഫ് 16 മത്സരത്തിന് ശേഷം കിലിയൻ എംബാപ്പെ പറയുന്നത്. ആ കളി നമ്മളെല്ലാവരും കണ്ടല്ലോ. ഒരുപക്ഷെ ഫ്രാൻസിൻ്റെ ഏറ്റവും മോശം പ്രകടനങ്ങളിൽ ഒന്നായിരിക്കും ഈ വേൾഡ് കപ്പിൽ ഇത്. പക്ഷെ മറുഭാഗത്ത് പരാഗ്വെ ആ തരത്തിലുള്ളൊരു ടാക്ടിക്സാണ് എടുത്തത്. പക്ക ഫിസിക്കലായിട്ട് ഒരു ഡേറ്റി ഗെയിം എന്ന് പറയാവുന്ന ഗെയിമാണ് കളിച്ചത്. അപ്പോൾ അതാണ് കളിക്ക് ശേഷം എംബാപ്പെ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. എംബാപ്പയെ കളിക്കിടയിൽ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു അവരുടെ താരങ്ങൾ. അദ്ദേഹം ഒരു കളിയാക്കി തിരിച്ചു കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറി പോവുകയായിരുന്നു. കളി കഴിഞ്ഞിട്ട് ഗോൾ കീപ്പർ ഓർലാൻഡോ ഗില്ല് കൈ കൊടുക്കാൻ വരുമ്പോൾ എംബാപ്പെ ഇഗ്നോർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതിൽ നല്ല രൂപത്തിലല്ല കളിയിൽ താരങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്. കളിക്ക് ശേഷം എംബാപ്പെ അത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വാക്ക്, അവർക്ക് ഞാൻ ഡേട്ടി എന്നാണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്ക് തൽക്കാലം നമുക്ക് ഡേട്ടി ആക്കാം. അവർക്ക് ഞങ്ങൾ ഡേട്ടി കൈകൊണ്ട് തുടരണമെന്നാണ് ആഗ്രഹിച്ചെങ്കിൽ ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. അതായത് അത് വാരി എറിയാൻ ഞങ്ങൾക്കൊരു പ്രശ്നമില്ലെന്ന്. ഏത് അത് തന്നെ. അപ്പോൾ അവർ വിചാരിച്ചത് ഞങ്ങൾ വലിയ ഇങ്ങനെ കോട്ടൊക്കെ ഇട്ട് വന്നിട്ട് അങ്ങനെ കളിച്ചു പോകും, ആ ഒരു വളരെ മാന്യമായ ആയ രൂപത്തിൽ കളിച്ചു പോകുന്നതാണ്. പക്ഷെ ഞങ്ങൾക്കറിയാം ഡേട്ടി ഫുട്ബോൾ കളിക്കാനും ഞങ്ങൾക്കറിയാം. അതാണ് ഞങ്ങളിവിടെ കാണിച്ചത്. ഞങ്ങൾ ഇന്ന് കാണിച്ചത് വി ഹാവ് ഷോൺ വി ആർ നോട്ട് ജസ്റ്റ് എ ടീം ദാറ്റ് നോസ് ഹൗ ടു പ്ലേ അറ്റാക്കിംഗ് ഫുട്ബോൾ. അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാൻ മാത്രം അറിയുന്ന ഒരു ടീമാണ് ഞങ്ങൾ എന്ന് കരുതേണ്ട. അതല്ല എന്നാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവർ ഞങ്ങളോട് എഫ് ഓഫ് ഫുൾ വാക്ക് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, ഇനി കമ്മ്യൂണിറ്റി ഗൈഡിലും പ്രശ്നമാക്കണ്ട. ഓഫാണ് പറയുന്നതെങ്കിൽ തിരിച്ചും ഞങ്ങൾ അത് തന്നെ അവരോട് പറയുന്നു എന്നർത്ഥം. പരാഗ്വെ ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹിച്ചില്ല. അപ്പം അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അത് കളിക്കാൻ ഞങ്ങൾ റെഡിയാണെന്ന് ഞങ്ങൾ കാണിച്ചു കൊടുത്തു. ഞങ്ങൾ ജയിച്ചു. കാരണം അതിലും ഞങ്ങൾ അവരെക്കാൾ മുകളിൽ തന്നെയാണ് എന്ന് എംബാപ്പെ പറയുന്നു. എംബാപ്പെ കലിപ്പിലാണെന്നർത്ഥം. അല്ല, എംബാപ്പെ ഗോൾ അടിച്ചു. പെനാൽറ്റിയിലൂടെ ആണെങ്കിൽ അദ്ദേഹം ഗോൾ അടിച്ചു. 19 വേൾഡ് കപ്പ് മത്സരങ്ങളിൽ നിന്ന് 19 ഗോളുകൾ. വാവ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.